എല്ലാവർക്കും നമസ്കാരം. കുറേ കുട്ടികളെയും കുറേ പേരൻസിനെയും പൊതുജനത്തിനെയും ഒരു പക്ഷേ എൻ്റെ ഈ ഒന്ന് രണ്ട് വാചകങ്ങൾ സഹായിക്കുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നമ്മൾ ആരാണെന്ന് ചിലർ നമ്മളെക്കുറിച്ച് പറയും. അതായത് നമ്മുടെ വീട്ടിലുള്ളവർ തൊട്ട് പുറത്തുള്ളവർ വരെ നമ്മൾ എന്താണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കും. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാൻ. എന്നോട് ചിലർ, പക്ഷെ എൻ്റെ വീട്ടിലുള്ളവരിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഞാൻ പറയാമല്ല, ഞാൻ പേര് എടുത്ത് പറയുന്നില്ല ആരാ അങ്ങനെ പറഞ്ഞതെന്ന്. നിങ്ങളെ ചെരിഞ്ഞ മുഖമുള്ളവരാണ്, നിങ്ങൾ കൂനി നടക്കുന്നു, നിങ്ങളുടെ കണ്ണ് കൊള്ളത്തില്ല, ഇങ്ങനെ എന്തെല്ലാമുണ്ടോ ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു 14-15 വയസ്സുള്ള നിഷ മധു ആകെ മൂടിയായിരുന്നു. നന്നായി പഠിക്കും, പക്ഷേ മൊത്തത്തിലൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും. അതായത് നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല, നമ്മളെ കാണാൻ കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് കുറവ് നമുക്ക് വരും. എങ്കിൽ പോലും എല്ലാ സ്റ്റേജ് പെർഫോമൻസോ ഒരു കവിത ചൊല്ലാനോ ഒക്കെ ഞാൻ സ്റ്റേജിൽ കയറിയിരുന്നു. എങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർ പറയുന്ന, അതായത് നമ്മൾ വിചാരിക്കും പുറത്തുനിന്നുള്ള ആൾക്കാരാണ് നമ്മളെ ഏറ്റവും അധികം ക്ഷീണിപ്പിക്കുന്നത്. പക്ഷെ പുറത്തുനിന്നുള്ളതല്ല, വീട്ടിലുള്ളവർ തന്നെ നമ്മളോട് എന്ത് പറയുന്നു അത് പ്രത്യേകിച്ചൊരു കുട്ടിക്ക് അത് പെട്ടെന്ന് അവരത് തലയിലേക്ക് കയറ്റും. ഫോർ എക്സാമ്പിൾ, എൻ്റെ അനുജത്തി ജനിച്ചപ്പോൾ എൻ്റെ റിലേറ്റീവായിട്ടുള്ള ചിലർ തന്നെ പറഞ്ഞു, ഇനി നിന്നെ വേണ്ട. അതൊരു കൊച്ചിനോട്, മൂത്ത ഒരു ചേച്ചിയോട് പറയുകയാണ്, ഇനി നിന്നെ വേണ്ട, ഇനി അവനെ മതി. അത് നാട്ടുകാർക്കോ അല്ലെങ്കിൽ വീട്ടുകാരിലെ ചില റിലേറ്റീവ്സിനോ ഇതൊക്കെ ഒരു തമാശയായിരിക്കും ഇങ്ങനെ പറയുമ്പോൾ. പക്ഷെ അത് കുട്ടിയെ എത്ര ബാധിക്കും എന്നുള്ളത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഒരു കുഞ്ഞു അനിയത്തി വന്നതിൻ്റെ സന്തോഷമായിരിക്കില്ല, എന്നെ ഇനി ആരും പരിഗണിക്കില്ലേ എന്നുള്ളൊരു ആകുലതയായിരിക്കും നമ്മളെ വേട്ടയാടുന്നത്.